പരമ്പരാഗതമായുള്ള ആചാരങ്ങളെ ഇല്ലാതാക്കുന്നു. ഇപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, അവിടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരമാണ് അവിടെ അയ്യപ്പസ്വാമിയുടെ ദർശനത്തോടൊപ്പം മാതൃസ്ഥാനീയയായ മാളികപ്പുറത്തമ്മയുടെ അരികെ ദർശനം ചെയ്യണം. ആ ദർശനം ചെയ്യുന്ന സമയത്ത് കന്നിക്കാർ പ്രത്യേകിച്ച് മാളികപ്പുറങ്ങളും തേങ്ങ ഉരുട്ടുന്ന ചടങ്ങ് അവിടെ ഉള്ളതാണ്. അവിടെ തേങ്ങ ഉടയ്ക്കരുതെന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കണം, പക്ഷെ മാളികപ്പുറത്ത് തേങ്ങ ഉടയ്ക്കരുത്, തേങ്ങ ഉരുട്ടണമെന്ന്. ഇത് ചിദാനന്ദപുരി സ്വാമി പറയണതല്ല, പരമ്പരാഗതമായി പോയിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളതും അറിയുന്നതുമായ ആചാരമാണ്. എന്നല്ല, 1920കളിൽ സംസ്കൃത വിദ്വാനും ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അറിയുന്നവരുമായ വിദ്വാൻമാർ രചിച്ച ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പരാമർശിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. കണ്ടിട്ടില്ലെങ്കിൽ അത് ഷെയർ ചെയ്യാം. ആ പേജ് മിക്കവാറും പേരുടെ കയ്യിൽ അത് കിട്ടുന്നതാണ്. അതിനൊക്കെ വേണം ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ ആചാരങ്ങൾ ഓരോന്നിനെയും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? ചിന്തിക്കേണ്ടതാണ്. ആർക്ക് വേണ്ടി? ആരൊക്കെ ചേർന്ന കൂട്ടുകെട്ടുകളാണ് ഇതിനൊക്കെ കാരണമാകുന്നത്? അഥവാ ആരെയൊക്കെ വിലക്കെടുക്കുന്നു? ഇത് നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അടിവേരുകൾ എങ്ങൊക്കെയോ വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുക.